മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമോ? കാരണം പല ക്ഷേമ പദ്ധതികളും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഏറ്റവും അവസാനം 1800 രൂപ ക്ഷേമ പെൻഷൻ മാറ്റുമെന്നും പറയുന്നു. ചിലർ പറയുന്നത് 2000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു. അല്ല, മൂന്നാം പിണറായി സർക്കാർ ഒരു പ്രോബബിലിറ്റിയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വലിയ മാജിക്കുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത് അതിൽ ചെന്ന് അവസാനിക്കും. അതിന് ക്ഷേമ പെൻഷൻ മാത്രമൊന്നുമല്ല, പൊതുവെ ഗവൺമെൻറ് പെർഫോമൻസ് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇടയ്ക്ക് റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ചിട്ടാകുമ്പോൾ നമ്മളെല്ലാവരും കുറ്റം പോകും. അന്ന് റിയാസ് പോകുന്നൊരു കാര്യമുണ്ട്, ഇത് ആകാശത്ത് നിന്ന് ഫിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ 4ാമത്തെ വർഷം നമ്മൾ റോഡുകളൊക്കെ നന്നായി, ഇടയ്ക്ക് ക്ഷേമ പെൻഷൻ നിന്നു, പക്ഷേ അത് ഒരുമിച്ചാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണ്ടത്തെ ഒന്നാമത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടായ വലിയ പ്രശ്നങ്ങളൊന്നും വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇപ്പോൾ ഇല്ല. ഒന്നാമത് പോയ പ്രശ്നത്തിന് പോലും രണ്ടാമത്തെ ഇത് പറഞ്ഞു വിദ്യാഭ്യാസ സംവിധാനത്തിൽ. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ജനകീയ മുഖമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ശിവൻകുട്ടി എടുത്ത നിലപാടുകൾ പലപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഇടതുപക്ഷ നിലപാടുകൾ ശിവൻകുട്ടി ആരെയും മൈൻഡ് ചെയ്തില്ല. ഏതോ നിലപാടെടുത്ത് സ്കൂൾ സമയം മാറ്റുന്നതിന് ബന്ധപ്പെട്ട നിലപാടെടുത്തതിന് ഈ പറയുന്ന ചില പിന്നെ ഇസ്ലാമിസ്റ്റ് ചാനലുകളൊക്കെ ശിവൻകുട്ടിയെ കുറ്റം പോകുന്നു. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടീനെ കൈയടിക്കുന്നുണ്ട്, ശിവൻകുട്ടിയാണ് ശിവൻകുട്ടി എന്നാണ്. പിന്നെ ഇവനൊക്കെ ശിവൻകുട്ടിക്ക് ഇവൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ആ രീതിയിൽ അത് നടക്കുന്നുണ്ട്. പിന്നെ പൊതുവേ സ്ത്രീ സുരക്ഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല നടപടികൾ വരുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ വിഷയങ്ങളിലും എല്ലാം തന്നെ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം വരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രൈം മിനിസ്റ്റർ PM ശ്രീ ആ പ്രോഗ്രാം കേരളത്തിൽ കൂടെ നടപ്പിലാക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലുപരിയായിട്ട് വികസനം എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ വികസനം ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് വേർഡ്, രാഷ്ട്രീയത്തിലുപരിയായി പുരോഗതി എന്നുള്ള ഒരു തലത്തിലേക്ക് CPM മാറിയിട്ടുണ്ട്. ആ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ കേരളം ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ്. ആ മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ, അവരുടെ ഭയം, ഇതൊക്കെ പരമാവധി അഡ്രസ്സ് ചെയ്യാനും സാറ് പറഞ്ഞതുപോലെ തന്നെ SNDPയുടെ അതോടൊപ്പം തന്നെ NSSന്റെ പിന്തുണയോടുകൂടി അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ ശബരിമല പ്രശ്നം ബാധിക്കുമോ? ശബരിമല പ്രശ്നം സമയമെടുക്കും. മലയാളിൻ്റെ ഏറ്റവും വലിയ സമയം എനിക്കെന്ത് കിട്ടി, എനിക്കെന്ത് നഷ്ടമെന്നല്ല. ശബരിമല കുറേ വിശ്വാസികളുടെ പ്രശ്നമായി. ആ വിശ്വാസികൾ നല്ലൊരു പങ്കും RSSകാരാണ്, അല്ല കോൺഗ്രസ്സുകാരുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കേണ്ട. പക്ഷേ CPMന്റെ അനുഭാവികളായ വിശ്വാസികളെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത് മിഡിൽ ക്ലാസ് ഉണ്ട്, അവരെ സംബന്ധിച്ചുള്ള മൊത്തം പെർഫോമൻസാണ് അവർ നോക്കുക. പണ്ടത്തെ പോലെ ഏതോ സംഭവമല്ല. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് കൊള്ളാം. അല്ല, അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം കണ്ടത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ തന്നെ ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് കണ്ടു. ആ ഒരു ട്രെൻഡ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചാൽ CPMന് തിരിച്ചടി ഉണ്ടാകും? അതങ്ങനെ വരില്ല, അത് ബോധവും വന്നിട്ടുള്ളൂ. അതിപ്പോൾ ആലപ്പുഴ എന്താ സംഭവിച്ചത്, ആരിഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് CPMനോടുള്ള ലോക നേതാക്കന്മാർ വോട്ട് വാങ്ങിച്ചു. അപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ല ആരിഫ് തോറ്റ്. അല്ലാതെ ആലപ്പുഴ മാത്രമല്ല, ആറ്റിങ്ങൽ, അത് ആലപ്പുഴ, തൃശ്ശൂരൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ബോധവും വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആലപ്പുഴ വളരെ വിസിബിളാണ്. ആരിഫിനെ തോൽപ്പിക്കുക എന്നുള്ളത്, ആരിഫിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവിടെ ചില ആളുകൾ കളിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഘടകം. പിന്നെ ശോഭാ സുരേന്ദ്രൻ എവിടെ പോയാലും വോട്ട് കൂട്ടുക, അതിന് ലിമിറ്റ് ഉണ്ട്. ഇതിങ്ങനെ സംഭവം നടന്നു. അപ്പം പക്ഷേ അത് ലോക്സഭയിലാണ്. നിയമസഭയിൽ ഈ ആരിഫിനെ തോൽപ്പിക്കാൻ നടന്നവരുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികൾ അവരെ തോൽപ്പിക്കാൻ നടക്കും. ഇപ്പോൾ ആരിഫ് അവരെ തോൽപ്പിക്കാൻ നടക്കും. ആരിഫിനെ സ്വഭാവം വെച്ച് ആരിഫ് ചെയ്യില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അല്ല, അപ്പോൾ BJP മുന്നേറ്റം ഉണ്ടാക്കില്ലെന്നാണ് പറയുന്നത്. BJP ചില മണ്ഡലങ്ങൾ BJP ചിലപ്പോൾ ഇത്തവണ ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു വെച്ചാൽ അവർ വോട്ട് ഷെയർ കൂട്ടില്ല. വോട്ട് ഷെയർ ചിലപ്പം കുറയും. അവർ സീറ്റുകൾ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കും. അവരുടെ എത്ര സീറ്റാണ് ലഭിക്കാൻ സാധ്യത? 10 വരെയൊക്കെ കിട്ടാം. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഓക്കെ ആയിപ്പോൾ ഇവർ പരസ്പരം വലിച്ചിട്ടില്ലെങ്കിൽ 10 വരെ കിട്ടും. കാരണം ഇപ്പോൾ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ BJPക്ക് വോട്ട് കിട്ടാതെ ഇസ്ലാമിസ്റ്റുകൾ കാരണമാണ്. ഇസ്ലാമിസ്റ്റുകൾ തീരുമാനിക്കുന്നവരെ കേരളത്തിൽ ജയിക്കൂ എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചതാണ്, മണ്ടന്മാരാണ്. അപ്പോൾ നാട്ടുകാർ എന്ത് ചെയ്യുന്നത്, എന്നാൽ പിന്നെ ഇവനെ ജയിപ്പിച്ചേക്കാം. സുരേഷ് ഗോപി വയ്ക്കുന്നത് അതൊരു പങ്കാണ്. ക്രിസ്ത്യാനികളുടെ ഇതൊക്കെ പോയിട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും കാണുകയില്ലേ, നമ്മൾ നിൽക്കുന്നു, നമ്മൾ എതിർത്തു, അവൻ തോറ്റു എന്നൊക്കെ എഴുതി പറഞ്ഞാൽ എന്നാൽ ശരി കാണിച്ചുതരാം. ഈ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഇസ്ലാമിസ്റ്റുകൾ എത്രത്തോളം സജീവമാകുമോ അത്രയും BJPക്ക് ഉണ്ടാകും. അപ്പോൾ അവരുടെ വോട്ടുകൾ CPMന് ലഭിക്കുമോ? കാരണം കഴിഞ്ഞ തവണയിലെ പോയ വോട്ടുകൾ കുറേയൊക്കെ തിരിച്ചു കിട്ടും. ഒന്ന് NSS ഇപ്പം ഇലക്ഷൻ എന്ത് നിലപാടെടുക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ CPMുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. SNDP മുതലാളി പൊതുവെ CPMന് അനുകൂലമാണ്. പിന്നെ ഈ പറയുന്ന BDJSന് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ മുമ്പ് കോൺഗ്രസിൽ നിന്ന് BDJSലേക്ക് വന്ന വോട്ട് തിരിച്ച് ചിലപ്പോൾ CPMലേക്ക് പോകും. അപ്പോൾ അതിനൊക്കെയുള്ള മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പലപ്പോഴും ലോക്സഭാ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരും ഒക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്നത്. അവരെ തോൽപ്പിക്കില്ല. അവർക്ക് അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട്, അവിടെ അവർ ജയിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ശോഭാ സുരേന്ദ്രനൊക്കെ 1-2 സീറ്റിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെയൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നുള്ളത് ഈ പറയുന്നത് പോലെ ലോക്സഭ ഒരു വലിയ മണ്ഡലവും
നാഷണൽ പൊളിറ്റിക്സ് ആണ്. ഇവരുടെ അതല്ല. നാഷണൽ പൊളിറ്റിക്സ് നോക്കുമ്പോൾ മോഡിയുടെ പെർഫോമൻസ് കൊള്ളാം എന്ന രീതിയിൽ വോട്ട് ചെയ്തവരുണ്ട്. ഇവിടെ നോക്കുമ്പോൾ പിണറായിയുടെ പെർഫോമൻസാണ് ഉള്ളത്. മോഡി പിണറായി ഒരേ സമയം മോഡിയെ പിണറായി ഇഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള വലിയ വിഭാഗം ആളുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന ആർക്കെന്ന് ഞാൻ പറയില്ല, അതിന് ഒരുപാട് ഘടകങ്ങൾ വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെ സാധാരണ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഞാനല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ച് ലോക്സഭയിൽ അവർ BJPക്കും വോട്ട് ചെയ്യും, നിയമസഭയിൽ അവർ പിണറായിക്കും വോട്ട് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് വോട്ട് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്, അത് സംശയമൊന്നുമില്ല. അല്ല സാറ്, പിണറായി സർക്കാർ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം SDP മുതൽ ജമാഅത്തെ ഇസ്ലാമി മുതൽ എല്ലാ സംഘടനകളും എല്ലാ ന്യൂനപക്ഷങ്ങളും അവർക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അതിനെ അങ്ങനെ എളുപ്പം, അതാണ് അവരുടെ ഏറ്റവും വലിയ ദോഷം. ജമാഅത്തെ ഇസ്ലാമി കൂടെ നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടും, അതുവഴി മുസ്ലിങ്ങളുടെ കിട്ടാത്ത വോട്ടുകൾ കിട്ടും എന്നാണ് കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്നാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് വോട്ട് ചെയ്ത് 2016 ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൊട്ട്. എന്നിട്ട് അവർ പൂർണ്ണമായി ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് താല്പര്യമുള്ള LDFന് അവർ സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ STPI എന്നാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളത്. അവർ പൊതുവെ LDF ആവശ്യപ്പെട്ടിട്ടില്ല. അവർ ANTI-BJP എന്ന രീതിയിൽ ജയിക്കാൻ സാധ്യതയുള്ള LDF മേഖലയിൽ അവർ തമ്മിൽ സംഘർഷമാണ്, നെടുമങ്ങാട് ഉൾപ്പെടെ. അല്ല, അതുണ്ടാവാം, അത് ഇപ്പോഴത്തെ സാഹചര്യമാണ്. പക്ഷേ ഇവർ കൂടെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിച്ചത്? CPMന് ഇവർ കൂടെ ഉണ്ടായാലും പ്രശ്നമല്ല. അത് CPM ഇവരെ കൂടെ കൂട്ടാതല്ല, അവരവരുടെ പാർട്ടി സംവിധാനം. ഇത് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി എന്ന രീതിയിലാണ് ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ, പൊതു ഹിന്ദുത്വവാദികളായ ആളുകളൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യാതിരിക്കും. ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഒരു ഉറപ്പുമില്ല. ഇനി അവർക്ക് എത്ര വോട്ടുണ്ട് ഇവിടെ? അവർക്ക് ആ പാടെ ഈ വിഷം ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ നാട്ടിലെ ആൻറ്റി മുസ്ലിം ആക്കാൻ അവർ നല്ല സഹായം ചെയ്യുന്നുണ്ട്. അതിന് അവരുടെ നേതാക്കൾ പിന്നെ ഇത്തരം ഈ വിഷം കലക്കൽ ടീംസിന് പല ടീംസ് ഉണ്ട്. അവരുടെ പലരുടെയും നേതാക്കന്മാർക്ക് നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട് പുറത്ത്. അത് പറ്റിയെങ്കിലും മോഡി പിടിക്കട്ടെ, മോഡി അന്വേഷിച്ച് കണ്ട് പിടിക്കട്ടെ. STPക്കാർ മാത്രമല്ലേ ഇപ്പം പിടിച്ചുള്ളൂ, പലരും പിടിക്കാനുണ്ട്. അനി വേണം പിടിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന് എങ്ങനെ തിരിച്ചു വരാൻ കഴിയും കേരളത്തിൽ? കോൺഗ്രസ് തിരിച്ചു വരാത്ര എളുപ്പമൊന്നുമല്ല. കോൺഗ്രസ് തിരിച്ചു വരണമെങ്കിൽ ഒന്ന് ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് കുറയ്ക്കണം. അത് അവരുടെ വോട്ടിനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടി വരികയാണ്. അതാണ് നമ്മൾ STPI കൂടെ ഒന്നുകൊണ്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, പിണറായി വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം എളുപ്പമല്ല. BDJS കൊണ്ടുപോയാൽ ബ്രാഹ്മണ ഈഴവരുടെ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം എളുപ്പമല്ല. പിന്നെ അവരുടെ ഇടയിൽ ഐക്യവും ജനങ്ങൾ വിശ്വസിക്കുന്ന നേതാവും വേണം. ഇപ്പോൾ ശശി തരൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഗ്ലാമർ കണ്ട് യുവാക്കളൊക്കെ ചിലപ്പോൾ പണ്ടത്തെ ശരി, ഇപ്പം എനിക്കറിയില്ല, അപ്പോൾ അത്രയും ഇമ്പ്രഷൻ ഇല്ല. അങ്ങനെ ഒരു ലീഡർ വേണം, അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ കുറയ്ക്കണം. അതൊന്നും നടക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ നിന്ന് നല്ല സൂര്യൻ പടിഞ്ഞാറ് ഇരിക്കുക, കാക്ക വലതു നോക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.